ക്ലോക്കുമായി ബന്ധപ്പെട്ട് പൊതുപരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് മാത്സിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ക്ലോക്കുമായി ബന്ധപ്പെട്ട് മിനിറ്റ് ഹാൻഡ്, അവർ ഹാൻഡ്, മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവുകളുള്ള ഒരു വീഡിയോ മാത്സിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ഒരു ക്ലോക്കിലെ സമയം മിററിൽ കാണുമ്പോൾ അത് എത്രയായിരിക്കും. മിററിൽ ഒരു സമയം, കണ്ണാടിയിൽ ഒരു സമയം കാണുന്നു എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയായിരിക്കും. കൂടാതെ ഒരു ക്ലോക്കിലെ സമയം താഴെ വെള്ളത്തിൽ കാണുന്ന സമയം എത്രയായിരിക്കും. ക്ലോക്കിലെ സമയം വെള്ളത്തിൽ ക്ലോക്ക് കാണുമ്പോൾ അതിന് സമയം എത്രയായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ആദ്യം തന്നെ സ്ക്രീനിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കാണുക. ഇനി ഏതെങ്കിലും സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് സമയം കളയാതെ നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലോക്കിലെ സമയം, മിററിലെ സമയം, ക്ലോക്കിലെ സമയം, വാട്ടറിലെ ടൈം, ഇങ്ങനെ രണ്ട് തരം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണണം. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ മിറർ ഇമേജ് അല്ലെങ്കിൽ വാട്ടർ ഇമേജ്, ദർപ്പണ പ്രതിബിംബം അല്ലെങ്കിൽ ജല പ്രതിബിംബം, ഈ രണ്ട് തരത്തിലുള്ള പ്രതിബിംബങ്ങളാണ് ഉള്ളത്. അതിൽ സമയത്തിന് എങ്ങനെ കാണിക്കൂ എന്നുള്ളതാണ്. അതായത് ഒരു ക്ലോക്കിൽ നമ്മളിപ്പം പറയുമ്പോൾ ഒരു ക്ലോക്കിൽ ഇപ്പോൾ ഇവിടെ 8 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ 4 ഉണ്ടെങ്കിൽ നമുക്ക് എത്രയായി? 8:20 അല്ലേ? ഇവിടെ 8 വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്ലോക്കിൽ 8:20. ഈ 8:20 ഇവിടെ നമ്മളൊരു ദർപ്പണം വെച്ചാൽ, അതായത് ഒരു മിറർ വെച്ചാൽ, ആ മിററിൽ ഏത് സമയത്തെയാണ് അത് സൂചിപ്പിക്കുക, ഇതിലെ സൂചികളെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതും, അതേപോലെ തന്നെ ഇതിനെ നമ്മളൊരു വാട്ടർ ഇമേജ് പറഞ്ഞാൽ ഇവിടെ വെക്കും, വെള്ളത്തിൽ വെക്കും. വെള്ളത്തിൻ്റെ വരുന്ന സമയത്ത് എങ്ങനെ മാറ്റം വരും, ഇതിലത്തെ സമയത്തിന് എങ്ങനെ മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. അതിനുള്ള വളരെ എളുപ്പമുള്ള ട്രിക്കാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ, മിറർ ശ്രദ്ധിക്കുക, ഇത് നോട്ട് ചെയ്യണം. മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 11:60 നിന്ന് ഗിവൺ ടൈം കുറക്കുക. ഗിവൺ ടൈം കുറച്ച് കിട്ടുന്നതായിരിക്കും എന്ത്? മിറർ ഇമേജ് കണ്ടുപിടിക്കുമ്പം ആക്ച്വൽ ടൈം. ഓക്കെ, ഇത് നേരെ റിവേഴ്സായിട്ടും പറയാം. ആക്ച്വൽ ടൈം നിങ്ങൾക്ക് ആക്ച്വൽ ടൈമിൽ നിന്ന് മിറർ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും 11:60 നിന്ന് ഈ ആക്ച്വൽ ടൈം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടൈം ഓൺ മിറർ കിട്ടും. ടൈം ഇൻ മിറർ നമുക്ക് കിട്ടും. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ 11:60, അതായത് 12-നെയാണ് 11 മണിക്കൂറും 60 മിനിറ്റും ആയിട്ട് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഓരോ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇഫ് ദി മിറർ ഇമേജ് ഓഫ് എ ക്ലോക്ക് ഷോസ് 3:15, വാട്ട് ഈസ് ദ കറക്റ്റ് ടൈം ഷോൺ ബൈ ദ ക്ലോക്ക്? അതായത് ഒരു ദർപ്പണത്തിൽ ക്ലോക്കിലെ സമയം കാണിക്കുന്നത് 3:15 പോലെയാണ്. 3:15 എങ്കിൽ ആ ക്ലോക്കിലെ കറക്റ്റ് ടൈം എത്രയായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് ആരെ കുറച്ചാൽ മതി? 3:15 നമ്മൾ കുറച്ചാൽ മതി. അപ്പോൾ കുറച്ചാൽ 5, 4, 11 3 പോയാൽ 8. അപ്പോൾ സമയം കാണിക്കുന്നത് 8:45 എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പല പരീക്ഷകൾക്കും വരുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ ആൻസർ ചെയ്ത് നമുക്ക് കിട്ടി 8:45. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ ക്ലോക്ക് ടൈം ഈസ് 9:27, വാട്ട് ഈസ് ദ ടൈം ഷോൺ ആസ് മിറർ ഇമേജ്? അപ്പോൾ ക്ലോക്കിൽ കറക്റ്റ് ടൈം 9:27 ആണ് എങ്കിൽ മിററിൽ കാണിക്കുന്ന ഇമേജ് എത്രയായിരിക്കും എന്നാണ്. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് 9:27 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 33 മിനിറ്റ് കിട്ടും. 19 പോയാൽ 2:33 എന്ന് പറയുന്ന ആൻസർ നമുക്കിവിടെ കിട്ടും. 2:33 മിനിറ്റ്. 2:33 ആയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ കാണിക്കുന്ന സമയം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം.
ഇഫ് ദ ടൈം ഇൻ മിറർ ഈസ് 11:10 ദെൻ ആക്ച്വൽ ടൈം ഇൻ ദ ക്ലോക്ക് ഈസ് എന്നാണ്. 11:10 ആയാൽ എന്ത് സംഭവിക്കുന്നു? അത് ഒരു സ്പെഷ്യൽ കേസാണ്. ഇപ്പം ഈ പറയുന്നത്. അതായത് ടൈം 11-ന് മുകളിലാണെങ്കിൽ 11 ആൻഡ് എബവ് 11 ആണെങ്കിൽ നമ്മൾ 11:60 എന്നല്ല കുറക്കുന്നത്, 23:60 നിന്നാണ് കുറക്കുന്നത്. അത് ശ്രദ്ധിക്കണം. 11 മണിക്ക് ശേഷമാണ് സമയം പറയുന്നതെങ്കിൽ 23:60 പറഞ്ഞാൽ 24 മണി, 23:60 നിന്ന് കുറക്കണം. അപ്പോൾ 23:60 നിന്ന് 11:10 കുറക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ 50 കിട്ടി. 3 പോയ 2 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12:50 ആയിരിക്കും ഇവിടെ വരുന്ന സമയം. 12:50. ശ്രദ്ധിക്കണം. ഈ 11:10 എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള 2 സ്ഥലത്തും ഏത് ഇമേജ് ആയാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 11:60 കുറച്ചാൽ മതി. ഇത് 23:60. ഇനി നോക്ക്, ഇഫ് ക്ലോക്ക് ടൈം ഈസ് 12:40 വാട്ട് ഈസ് മിറർ ടൈം? 12:40 പറഞ്ഞാൽ 11-ന് മേലെയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 23:60 നിന്ന് 12:40 കുറക്കുന്നു. നോക്ക് എത്ര ഈസിയാന്ന് നോക്കിയാൽ. 20, 21, 12 പോയ 3, 2 പോയ 1, 2, 3, 11:20. അപ്പോൾ നമുക്ക് എത്ര സമയം കിട്ടുന്നു? 11:20. അപ്പോൾ ഈ 2 എണ്ണം ഒരു സ്പെഷ്യൽ കേസാണ്. ഇത് സാധാരണ മാതിരിയുള്ള ചോദ്യമാണ് 2 എണ്ണം. അത് ഐഡിയ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോകുന്നത് നോക്ക് വാട്ടർ ഇമേജിലേക്കാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഏതിലാ? മിറർ ഇമേജിലാണ് ഇപ്പോൾ ഉള്ള കാര്യമൊക്കെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് വാട്ടർ ഇമേജ് ആണ് പറയാൻ പോകുന്നത്. വാട്ടർ ഇമേജ് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാൻ മറ്റേ നമ്മൾ 11:60-നെയും 23:60 11:60 23:60 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ ഇമേജിൽ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കണം. വാട്ടർ ഇമേജിൽ എടുക്കുന്നത് 18:30 ആണ്. 18:30 വൈകുന്നേരം 6:30 എന്നെല്ലാം പറഞ്ഞ മാതിരി 18:30-നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 18:30 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ നമുക്ക് വാട്ടർ ഇമേജ് കിട്ടും. നോക്ക് 7:35 ഇവിടെ ടൈം. വാട്ടർ ഇമേജാണ് കാണേണ്ടത്. എത്രയാണ്? 7:35. നോക്ക് 7:35 കുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 30 ഇവിടെ ഉള്ളത്, 35 കുറക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് 1 എടുക്കണം. 1 പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കണം. 1 മണിക്കൂർ എടുക്കുമ്പോൾ 60 കൂട്ടണം അല്ലേ? അപ്പോൾ ഇതെത്രയാവും? 17 ആവും. ഇത് ഈ 18 എത്രയാവും? 17 ആവും. അപ്പോൾ 60 എന്ത് ചെയ്യാൻ മതി? 60, 30, 90. ഐഡിയ മനസ്സിലായല്ലോ. 60, 30, 90 35 കുറക്കണം. അപ്പോൾ നമുക്ക് 55 കിട്ടും. ബാക്കിയുടെ 17 ഉണ്ട്. ഇനി 17 7 കുറക്കണം 10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 10:55. ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കാര്യം. ഈ മിനിറ്റ് കുറക്കുമ്പോൾ കുറവായതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ 60 ആണ് എടുക്കേണ്ടത്. ഇപ്പുറം 30 മിനിറ്റ് ആണ്, ഇങ്ങോട്ട് എടുക്കേണ്ടത് 60. 16, 30, 90 മിനിറ്റ്സ് എന്നാണ് ഇത് കുറക്കേണ്ടത്. ഓക്കെ, ഇത് നോക്ക്. ഇഫ് ടൈം ഇൻ ദ ക്ലോക്ക് ഈസ് 11:10 ദെൻ വാട്ടർ ഇമേജ് ഓഫ് ടൈം എന്നാണ്. 18:30 എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടെ തന്നെ ഞാൻ കുറച്ചേക്കാം. 18:30 വാട്ടർ ഇമേജ് ആണ്. 18:30 നിന്ന് 11:10 നമ്മൾ കുറക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ. 2, 18, 11, 7. ആൻസർ നമുക്ക് കിട്ടും 7:20 കിട്ടും വാട്ടർ ഇമേജ്. ഇനി അടുത്ത് നോക്ക്. ഈ മിറർ ടൈം ഈസ് കണ്ട, ഇത് മിററിലാണ്. അപ്പോൾ ഈ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഇത് രണ്ടും മനസ്സിലായല്ലോ. 2 പോയിന്റ് ഓർമ്മിക്കണം. ഒന്ന് 11:60 എന്ന് പറയുന്ന പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് 18:30 18:30 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി ഇഫ് മിറർ ടൈം ഈസ് 9:20:50 ദെൻ വാട്ട് ഈസ് ആക്ച്വൽ ടൈം ഇൻ ദ ക്ലോക്ക്? ശ്രദ്ധിക്കുക. ഇത് ദർപ്പണ സമയം എത്ര തന്നിട്ടുണ്ട്? 9 മണിക്കൂർ 9 മണി 20 മിനിറ്റ് 50 സെക്കൻഡാണ് തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേമാതിരി തന്നെ നമ്മളവിടെ ഈ നമ്മളുടെ സമയത്തിന് നമ്മൾ കാക്കണം. മിറർ ടൈമാണ് 11:60. നമ്മൾ കുറക്കേണ്ടത് എത്രയാണ്? 11:60. 11:60 എന്ന് പറയുന്നതിന് നമ്മൾ എന്താക്കി മാറ്റണം? 11:59:60 ആക്കി മാറ്റണം.
11:59:60 ആക്കി മാറ്റണം. കാരണം എന്താ, ഇവിടെ മിനിറ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട്. അപ്പോൾ 11:60 നമ്മളിവിടെ എഴുതുന്നത്. ആ 60 നമ്മൾ എന്താക്കി മാറ്റി, അതിലത്തെ 1 ഇപ്പുറത്തേക്ക് കൊടുത്തു. ഓക്കെ, ഇത് രണ്ടും കൂടി വരുമ്പോൾ 11:60 കറക്റ്റ് അല്ലേ? ഈ ഒരു 60 സെക്കൻഡ് 1 മിനിറ്റായി, അപ്പോൾ 60 കറക്റ്റായി. ഇതിൽ നിന്ന് ആരെ കുറക്കുക? 9, 20, 50 കുറക്കുക. 9, 20, 50 കുറക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറക്കാൻ പറ്റുമല്ലോ. 0, 6, 5, 1, 9, 5, 2, 3, 19, 2. അപ്പോൾ എത്ര കിട്ടും? 2. ആൻസർ കിട്ടും 2, 39, 10 കിട്ടും. ഓക്കെ, അപ്പോൾ 3 ടൈം വന്നാലും, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് വന്നു കഴിഞ്ഞാലും നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മിറർ ഇമേജ് ഓഫ് ടൈം, അതേപോലെ വാട്ടർ ഇമേജ് ഓഫ് ടൈം, ഇതാണ് നമ്മൾ വ്യക്തമായി കണ്ടുപിടിച്ചത്. ഇത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. ബൈ.